തപാൽ വോട്ടിൽ തിരുത്തൽ നടത്തിയെന്ന വെളിപ്പെടുത്തലിൽ കുടുങ്ങി ജി സുധാകരൻ ഗുരുതരമായ നിയമലംഘനം നടത്തിയെന്ന വെളിപ്പെടുത്തൽ അത്യന്തം ഗൗരവമുള്ളതാണെന്നും കേസെടുക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം അമ്പലപ്പുഴ തഹസിൽദാർ ജി സുധാകരന്റെ വസതിയിലെത്തി മൊഴിയെടുത്തു. നിയമ നടപടികളെ ഭയക്കുന്നില്ലെന്നും കൊലക്കുറ്റമൊന്നും താൻ ചെയ്തിട്ടില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. ജി സുധാകരന്റെ പ്രതികരണം പാർട്ടിയെ കൂടി പ്രതിസന്ധിയിലാക്കിയതിന്റെ രോഷത്തിലാണ് CPIM നേതൃത്വം. അവർ എന്നോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു മാന്യമായ തരത്തിൽ ആ കാര്യം ഡീൽ ചെയ്തു. നമ്മളും അങ്ങനെ തന്നെ മാന്യമായി കഴിച്ചു. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഞാൻ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ല. പിന്നെ പറയുന്നത് അമ്പലപ്പുഴ തഹസിൽദാർ S. അൻവറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ജി സുധാകരന്റെ പറവൂരിലുള്ള വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി. റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്നും മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ കൈക്കൊള്ളുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു മൊഴിയെടുപ്പ്. മൊഴിയെടുത്തതിന് ശേഷം ജില്ലാ കളക്ടർ തീരുമാനിക്കും ബാക്കി എന്ത് ചെയ്യണമെന്നുള്ളത്. അത് RP ആക്ട് പ്രകാരം നടപടിയെടുക്കും. ജില്ലാ കളക്ടർ തീരുമാനിക്കുന്നത്. NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മുൻകാല നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ജി സുധാകരൻ വിവാദമായ വെളിപ്പെടുത്തൽ നടത്തിയത്. സമരക്കരുത്തിൻ ഓർമ്മതീരങ്ങൾ എന്ന് പേരിട്ട പരിപാടിയിൽ ജി സുധാകരൻ ഓർത്തെടുത്തത് 1989 ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സർവീസ് സംഘടനാ പ്രവർത്തകരായ സർക്കാർ ജീവനക്കാരുടെ തപാൽ വോട്ടുകൾ തന്റെ നേതൃത്വത്തിൽ പരിശോധിച്ചെന്നാണ്. അതിൽ അന്നത്തെ LDF സ്ഥാനാർത്ഥി KV ദേവദാസിന്റെ എതിർ സ്ഥാനാർത്ഥിക്കെതിരായി ചെയ്ത തപാൽ വോട്ടുകൾ തിരുത്തിയെന്നുമായിരുന്നു ജി സുധാകരന്റെ ഏറ്റുപറച്ചിൽ. എന്ത് കരുതരുന്ന പാർട്ടികൾ ഞങ്ങൾ ഒട്ടിക്കും. ഒട്ടിച്ച് വെരിഫൈ ചെയ്ത് ഞങ്ങൾ തിരുത്തി എൻ്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. തിരുത്തി ഞാൻ സംഘടന സെക്രട്ടറിയാണ് ദേവദാസിൻ്റെ, ഞാനാ സെക്രട്ടറി. അപ്പോൾ ഞങ്ങളിട്ടു. CPIM അനുകൂല സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ പോലും ഇടതു സ്ഥാനാർത്ഥിക്കെതിരെ വോട്ടുകൾ ചെയ്യാറുണ്ടെന്നത് ചൂണ്ടിക്കാട്ടാനായിരുന്നു ജി സുധാകരന്റെ പരാമർശമെങ്കിലും അത് അക്ഷരാർത്ഥത്തിൽ CPIM നേതൃത്വത്തെ പുലിവാൽ പിടിപ്പിക്കുന്നതായി. ജി സുധാകരന്റെ വെളിപ്പെടുത്തലിനെ അടിസ്ഥാനമാക്കി FIR ഇട്ട് കേസെടുക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ U. ഖേൽക്കർ ആവശ്യപ്പെട്ടു. തപാൽ വോട്ടുകളിൽ കൃത്രിമത്വം വരുത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന വെളിപ്പെടുത്തൽ ഗുരുതരമായ നിയമലംഘനത്തിന്റെ തെളിവാണ്. 1951 ജനപ്രാതിനിധ്യ നിയമം 136, 128 വകുപ്പുകളും 1961 തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങളും ഭാരതീയ ന്യായ സംഹിതയിലെ ശിക്ഷാ വകുപ്പുകളും പ്രകാരം അതീവ ഗുരുതരമായി കണ്ട് ഉടനടി നടപടികൾ സ്വീകരിക്കാൻ ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിരുന്നു. 36 വർഷം മുൻപ് നടത്തിയ ഈ കുറ്റകൃത്യം വെളിപ്പെടുത്തിയതിന് തനിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്താലും കുഴപ്പമില്ലെന്നും NGO യൂണിയൻ യോഗത്തിൽ ജി സുധാകരൻ പ്രസംഗിച്ചിരുന്നു. എന്നാൽ ജി സുധാകരന്റെ വിവാദ വെളിപ്പെടുത്തൽ CPIM നേതൃത്വത്തെ കൂടിയാണ് വെട്ടിലാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാനുള്ള പ്രവർത്തനങ്ങൾ CPIM നടത്താറുണ്ടെന്ന പ്രതീതിയുണ്ടാക്കാനും പാർട്ടി കൂടി നിയമ നടപടികൾ നേരിടേണ്ട അവസ്ഥയിലെത്തിക്കുകയുമാണ് ജി സുധാകരൻ ചെയ്തത്. വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയുന്നവരുടെ വെളിപ്പെടുത്തലുകളോട് പ്രതികരണം ആവശ്യമില്ലെന്ന നിലപാടിലാണ് CPIM നേതൃത്വം. CPIM നേതൃത്വത്തെ വെട്ടിലാക്കുന്ന പ്രതികരണങ്ങൾ പതിവാക്കിയിരിക്കുന്ന ജി സുധാകരനെ എന്തിനാണ് NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പരിപാടിയിൽ ഉദ്ഘാടകനാക്കിയതെന്ന പാർട്ടി നേതൃത്വത്തിന്റെ ചോദ്യത്തിന് NGO യൂണിയൻ സംസ്ഥാന നേതൃത്വവും പാർട്ടി ചുമതലയുള്ളവരും പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് മറുപടി നൽകേണ്ടി വരും. ഗുരുതരമായ ഒരു തെരഞ്ഞെടുപ്പ് കേസിലേക്കാണ് ജി സുധാകരന്റെ വാക്കുകളിലൂടെ അദ്ദേഹവും CPIM നേതൃത്വവും ചെന്നുപെട്ടിരിക്കുന്നത്. 89 തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി UDFിനോട് പരാജയപ്പെട്ടില്ലായിരുന്നെങ്കിൽ കൂടുതൽ സങ്കീർണമായ നിയമ നടപടികൾ നേരിടേണ്ടി വരികയും ചെയ്തേനെ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം, ആലപ്പുഴ.